രാക്ഷസക്കുരങ്ങന്റെ രൂപത്തിലേക്ക് മാറിയ വെജിറ്റ ഗോകുവിനെ കൊന്നുകൊണ്ടിരിക്കുന്നതും ഞെക്കിപ്പൊടിക്കുന്നതും കഷ്ടപ്പെട്ട് പദ്ധതിയിട്ട ഗുഹാനും ക്രില്ലിനും വെജിറ്റയുടെ വാല് മുറിച്ച് കളയാൻ സാധിക്കാതെ വരികയും എങ്കിലും അവിശ്വസനീയമായ രീതിയിൽ യാജിറോബി നിഷ്പ്രയാസം വെജിറ്റയുടെ വാല് മുറിച്ചുകൊണ്ട് വെജിറ്റേനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചാക്കുകയും ചെയ്യുമ്പോൾ ഗോകുവിന്റെ പദ്ധതി പ്രകാരം ഗുഹാൻ വെജിറ്റയോട് കഠിനമായ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നോക്കി വെജിറ്റയെ കൊല്ലുന്നതിനു വേണ്ടി ഗോകു ഉണ്ടാക്കി കൊടുത്ത സ്പിരിറ്റ് ബോംബ് മുഴുവനായും ക്രില്ലിൻ അവന്റെ കരങ്ങളിലേക്ക് അത് മുഴുവൻ ആഗിരണം ചെയ്തെടുക്കുകയും വെജിറ്റയെ കൊല്ലുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 17ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. അതിക്രൂരമായ രീതിയിൽ വെജിറ്റ ഗുഹാനെ അടിച്ച് തറ പറ്റിക്കുമ്പോൾ വളരെ ശക്തനായിരുന്ന എന്റെ അച്ഛനോട് ഫൈറ്റ് ചെയ്തതിനു ശേഷം പോലും ഇവൻ ഇത്രയ്ക്കും തളർച്ച പോലും വന്നിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് വളരെ നിരാശയോടെ ഗുഹാൻ കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുമ്പോൾ ഇതേ സമയം സ്പിരിറ്റ് ബോംബ് എനർജി മുഴുവൻ കരകസ്ഥമായി നിൽക്കുന്ന ക്രില്യൻ വലിയൊരു മലയുടെ മുകളിൽ കയറി നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുത്ത ഗുഹാനും വെജിറ്റയും വീണ്ടും ഫൈറ്റിന് തയ്യാറായി നേർക്ക് നേർ നിൽക്കുന്നതും വെജിറ്റയെ സ്പിരിറ്റ് ബോംബ് അടിച്ചുകൊണ്ട് കൊല്ലുന്നതിനായി ക്രില്യൻ കൃത്യമായ സമയം കണക്കാക്കിക്കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയും വെജിറ്റയുടെ പക്കൽ നിന്ന് ഇത്രയേറെ അടികൊണ്ടിട്ടും ഗുഹാൻ വീണ്ടും ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ വെജിറ്റയ്ക്ക് തന്നെ അത്ഭുതമായി തോന്നുകയും ഇവൻ ഇത്രയേറെ ധൈര്യശാലിയാണോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നേർക്ക് നേർ നോക്കിയതിനു ശേഷം ഗുഹാനും വെജിറ്റയും കൂടെ ഒരേ സമയം അന്തരീക്ഷത്തിലേക്ക് പറക്കുകയും ദേഹത്ത് തട്ടി രണ്ട് ദിശയിലേക്കായി തെറിച്ചു പോവുകയും തെറിച്ചു പോകുന്ന വെജിറ്റ ഒരു എനർജി അറ്റാക്ക് അടിച്ചുകൊണ്ട് ഗുഹാനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ആ എനർജി അറ്റാക്ക് തട്ടിക്കൊണ്ട് ഗുഹാൻ നിലത്തേക്ക് എന്ന് പതിക്കുകയും എന്നാൽ ധീരതയൊന്നും തന്നെ കൈവിടാത്ത ഗുഹാൻ ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ദേഷ്യം വരുന്ന ഗുഹാൻ മാസംഗോ എന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് അലറുകയും പിക്കലയുടെ മാരക അറ്റാക്കായ എനർജിയിൽ നിന്നും വളരെ വലിയ എനർജി വെജിറ്റയുടെ നേരെ പറഞ്ഞു ചെല്ലുകയും എന്നാൽ വളരെ നിസ്സാരമായി വെജിറ്റ അറ്റാക്കിൽ നിന്ന് തെന്നി മാറുകയും മറ്റൊരു ദിശയിലേക്ക് പോയി നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഗുഹാൻ അങ്ങോട്ടേക്കും വീണ്ടും മാസംഗോ അയക്കുന്നുണ്ടെങ്കിലും അതും ഏക്കാതെ വെജിറ്റ അവിടെ നിന്ന് വീണ്ടും തെന്നി മാറുകയും ഗുഹാൻ വളരെയേറെ തവണ മാസംഗോ അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് ടു ബാക്ക് വെജിറ്റ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും കൊള്ളാതെ വെജിറ്റ അതിൽ നിന്നെല്ലാം തെന്നി മാറുന്നുണ്ടെന്ന് കാണുന്ന ക്രില്ലിന് വളരെയധികം നിരാശ വരികയും ഞാൻ എങ്ങനെയാണ് ഈ ഒറ്റ ഷോട്ടിൽ അവനെ കൊല്ലുന്നത്, ഇതെങ്ങനെ അവന്റെ ദേഹത്ത് കൊള്ളിക്കും, അവൻ എത്ര വേഗത്തിലാണ് മൂവ് ചെയ്തതെന്നും പറഞ്ഞ് ക്രില്യൻ വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു അശരീരി അവിടേക്ക് വരികയും നീ അവനെ കുറിവെച്ചുകൊണ്ട് ഈ അറ്റാക്ക് അയക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല, നീ അവന്റെ ഈവിളായ കീ സെൻസ് ചെയ്തുകൊണ്ട് അതിലേക്ക് വേണം ഈ അറ്റാക്ക് ചെയ്യാനെന്നും പറഞ്ഞ് അശരീരി മുഴങ്ങുകയും ചെയ്യുന്നു. എന്നാൽ രൂപമൊന്നുമില്ലാതെ അശരീരി മാത്രം മുഴങ്ങുന്നതിനാൽ അത് കേട്ട് ക്രില്യൻ പേടിച്ചു വിറയ്ക്കുകയും അതാരാണ് എന്നുറക്കെ ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും മേൽലോകത്ത് എന്നുകൊണ്ട് കയ്യാസമ, ഞാനാണ് കയ്യാസമ, ഈ ടെക്നിക്ക് ഗോകുവിന് പഠിപ്പിച്ചു കൊടുത്തയാളെന്ന് പറഞ്ഞു. നിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്പിരിറ്റ് ബോംബാണ് ഈ മൊത്തം ഭൂമിയുടെ ഇപ്പോൾ വിധി എഴുതാൻ പോകുന്നത്, ഞാൻ നിന്നിലാണ് വിശ്വസിക്കുന്നത് എന്ന് ക്രില്യനോട് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നു. പക്ഷെ അത് കേൾക്കുന്ന ക്രില്യൻ ഇനി ഭൂമിയുടെ വിധി മുഴുവൻ എന്നെ ആശ്രയിച്ചാണോ നിൽക്കുന്നതെന്ന് ചോദിച്ച് വളരെയധികം ആശ്ചര്യപ്പെടുകയും ഉള്ളിനുള്ളിലായി കുറച്ച് ഭയം ഉളവാകുകയും ചെയ്യുന്നു. ഇതേ സമയം വളരെയേറെ അരിശത്തോടെ തറയിലിറങ്ങി ഗുഹാന് നേരെ നടന്നു വരുന്ന വെജിറ്റയെ കണ്ട് ഗുഹാൻ ഭയന്നു വിറയ്ക്കുകയും നടന്നു വരുന്ന വെജിറ്റ ഗുഹാനെ അപമാനിച്ചുകൊണ്ട് നിന്നെ പോലെയുള്ള എത്ര കീടങ്ങൾ ചേർന്ന് ടീമപ്പ് ചെയ്ത് എനിക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ വന്നാലും ഇലൈറ്റ് സയൻ വാരിയറായി എനിക്കിതൊരു കോപ്പുമല്ലടാ എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഏയ് ക്രില്യൻ, നീ അവന്റെ അസുരക്കി കണക്കാക്കി അവനെ എത്രയും വേഗം ആക്രമിക്കണം, അല്ലെ നിങ്ങളുടെ ഭൂമിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആളെ കൂടെ അവൻ കൊന്നുകള എന്ന് ക്രില്ലിനോട് വളരെ ആക്രോശത്തോടെ കായസമ പറയുകയും നിന്റെ ഒറ്റ ഷോട്ടിലാണ് അവന്റെ വിധിയും ഭൂമിയുടെ വിധിയും എഴുതാൻ പോകുന്നത്, എത്രയും വേഗത ചെയ്യണം, നീ മാത്രമാണ് ഈ ഭൂമിയുടെ ലാസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞ് കായസമ വളരെയേറെ ക്രില്ലിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നു. ഇതേ സമയം ഭയന്ന് വരച്ച് നിൽക്കുന്ന ഗുഹാനെ നോക്കി നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ മൾട്ടിപ്പിൾ ഫയർ അറ്റാക്ക് എന്ന എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഹാനെ മാരകമായ രീതിയിൽ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഗുഹാൻ വളരെയേറെ കഷ്ടപ്പെടുകയും ഇതെല്ലാം കാണുന്ന ക്രില്ലിൻ വളരെയേറെ ഭയപ്പെട്ടുകൊണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആകർഷക വെജിറ്റ ഗുഹാനെ നേരെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ക്രില്ലിന് വളരെയധികം ദേഷ്യം വരികയും ക്രില്യൻ കണ്ണടച്ചുകൊണ്ട് വെജിറ്റയുടെ അസുരക്കി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിലെ ഒരേ ഒരു അറ്റാക്ക് മാത്രം ചെന്ന് പതിക്കുന്ന ഗുഹാൻ അടിച്ചൊരു മലയിലേക്ക് നിന്ന് വീഴുകയും നിലത്തേക്ക് പതിക്കുകയും ചെയ്യുന്നു. അതേസമയം ഒരു മലയുടെ പിറകിൽ മറിഞ്ഞു നിന്നുകൊണ്ടിരുന്ന യാജിറോബി ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കവേ ക്രില്ലിന്റെ വളരെ വലിയൊരു എനർജി അറ്റാക്ക് ഇരിക്കുന്നത് കാണുകയും ഇത്ര നേരമായിട്ട് അവൻ എന്താണ് ഉപയോഗിക്കാത്ത, അവൻ എത്രയും വേഗം ഉപയോഗിച്ചില്ലെങ്കിൽ മുഴുവൻ അപകടമാണെന്ന് എന്തെങ്കിലും ചെയ്യൂ ക്രില്ലിൻ എന്നും പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ക്ഷീണിച്ച് മുട്ടുകുത്തിയിരിക്കുന്ന ഗുഹാന്റെ അടുത്തേക്ക് വെജിറ്റ വളരെ വേഗത്തിൽ ഓടിച്ചെല്ലുകയും ഏ കാക്രോട്ട്, നീ ഇത് നോക്കിയോളൂ, നിന്റെ മണ്ണായ മകന്റെ അവസാനമാണിതെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വെജിറ്റയുടെ കീ സെൻസ് ചെയ്തുകൊണ്ടിരുന്ന ക്രില്യൻ പെട്ടെന്ന് എനിക്ക് അവന്റെ കീ മനസ്സിലായി എന്നും പറഞ്ഞ് ഉറക്കി അലറുകയും പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് അവനെ കൊല്ലടാന്നും പറഞ്ഞ് യാജിറോബി അലറുകയും ചെയ്യുമ്പോൾ അതെല്ലാം കേൾക്കുന്ന വെജിറ്റ ഓടുന്നിടത്ത് നിന്ന് ചുമ്മാ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വളരെ ദേഷ്യം വരുന്ന ക്രില്യൻ പെട്ടെന്ന് അത് ലൊക്കേറ്റ് ചെയ്ത് വെജിറ്റയുടെ നേർക്ക് വലിച്ചെറിയുകയും വെജിറ്റയുടെ നേർക്ക് ചീറിപ്പായുന്ന സ്പിരിറ്റ് എനർജി അറ്റാക്ക് കണ്ട് വെജിറ്റ വാവളിച്ച് നിൽക്കുകയും എന്നാൽ അത് വെജിറ്റയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വെജിറ്റ അതിൽ നിന്ന് മുകളിലേക്ക് ചാടി തെന്നി മാറുകയും അയ്യോ എനിക്ക് ഉന്നം തെറ്റിയില്ലെന്നും പറഞ്ഞ് ക്രില്യൻ വളരെ സങ്കടപ്പെടുകയും എന്നാൽ അവിടെ
നിന്നിരുന്ന ഗുഹാന്റെ നേർക്ക് അത് ചീറിപ്പാഞ്ഞ് എത്തുകയും ഗുഹാന്റെ മരണം ഏകദേശം ഉറപ്പാവുകയും ചെയ്യുന്നു. എന്റെ മുഴുവൻ പ്രതീക്ഷകളും ഹോപ്പ്ലെസ് ആയി പോയില്ലോ എന്നും പറഞ്ഞ് കായസമ വളരെയേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഗുഹാൻ മരിക്കുമെന്ന് ഉറപ്പായ ഗോകു കണ്ണടക്കി ഗുഹാനുമായി ടെലിപ്പതിയിൽ സംസാരിക്കുന്ന ഗോകു, ഗുഹാൻ അതുകൊണ്ട് നിനക്ക് ഒരാപത്തും ഉണ്ടാവില്ല, നീ ഒരു പ്യൂർ ഹാർട്ടാണ്, നിന്റെ ദേഹത്ത് ഈവിലൊന്നുമില്ല, നിനക്ക് തട്ടി തിരിച്ചുവിടാൻ സാധിക്കും, പെട്ടെന്ന് അവനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ നോക്കുക എന്നും പറഞ്ഞ് ഗുഹാൻ ആത്മവിശ്വാസം കൊടുക്കുക. വേറൊന്നും ചിന്തിക്കാതെ പാഞ്ഞു വരുന്ന എനർജി അറ്റാക്ക് ഗുഹാൻ 2 കൈകൾ വെച്ച് തടയുകയും എന്നാൽ അതിന്റെ എഫക്റ്റിൽ ഗുഹാൻ ഒരു മലയിൽ പോയി ഇടിച്ച് തെറിച്ചു വീഴുകയും എന്നാൽ ഗുഹാൻ തടഞ്ഞുവിടുന്ന സ്പിരിറ്റ് എനർജി അറ്റാക്ക് കൃത്യമായി വെജിറ്റയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയും അതിന്റെ പ്രഭാവത്തിൽ വെജിറ്റ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് കൃത്യമായി വെജിറ്റയുടെ ദേഹത്ത് തന്നെ പതിച്ചെന്ന് മനസ്സിലാക്കുന്ന ഗുഹാനും ക്രില്ലനും യാജിറോബയും കായോസാമയും എല്ലാവരും വളരെയേറെ അത്ഭുതപ്പെടുകയും ഗുഹാനെ കൊണ്ട് സാധിച്ചു എന്നും പറഞ്ഞ് ഉറക്കെ അലറുകയും ക്രില്യൻ നമ്മളത് ചെയ്തു എന്ന് പറഞ്ഞ് വളരെയേറെ സന്തോഷിക്കുകയും ചെയ്യും. വളരെയേറെ സന്തോഷത്തോടെ മലയുടെ മുകളിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങുന്ന ക്രില്യൻ ഗോകു നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഗോകുവിന്റെ അടുത്തേക്ക് തുള്ളിച്ചാടിക്കൊണ്ട് ഓടിച്ചെല്ലുകയും തുടർന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഗോകുവിന്റെ അടുത്തേക്ക് ഗുഹാനും ക്രില്യനും ചെന്നിരിക്കുകയും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഗോകു വളരെ സന്തോഷത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ നിന്ന് വളരെ വലിയൊരു ശബ്ദം കേൾക്കുകയും അവരെല്ലാം പേടിച്ചു വിറച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ വെജിറ്റയുടെ ബോഡി നേരെ താഴേക്ക് വന്ന് വീഴുകയും അതുകൊണ്ട് ഗുഹാനും ക്രില്യനും വളരെയേറെ പേടിക്കുകയും ഗോകു അത്ഭുതത്തോടെ നോക്കി കിടക്കുകയും ചെയ്യും. എന്നാൽ അനക്കമില്ലാതെ കിടക്കുന്ന ബോഡി കണ്ട് ക്രില്യൻ വളരെ സന്തോഷത്തോടെ പേടിക്കേണ്ട ഗുഹാൻ ഇവൻ ചത്തു കഴിഞ്ഞു എന്നും പറഞ്ഞ് സന്തോഷിക്കുക അതൊക്കെ വെജിറ്റയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയും നീ വളരെ വലിയൊരു ദുഷ്ടനായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ മര്യാദ കാണിക്കുന്നതാണ്, നിനക്ക് വേണ്ടി ഒരു ശവക്കുഴി തോണ്ടുവെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷ വിപുലമാക്കിക്കൊണ്ട് വെജിറ്റ ഓട്ടക്കണ്ണപ്പോഴത്തേക്കും തുറക്കുകയും നിനക്ക് വേണ്ടിയാണോ നീ ശവക്കുഴി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അലറി ചോദിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ക്രില്യനും ഗുഹാനും ഗോകു യാജിറോബിയും കായോസാമയും എല്ലാവരും തന്നെ ഭയന്ന് പറയ്ക്കുന്നു. ഇത് അസാധ്യകരമാണ്, ഇത്ര വലിയ സ്പിരിറ്റ് ബോംബ് അടിച്ചിട്ട് അവന് ഒന്നും തന്നെ പറ്റിയില്ല, ഇത് അസാധ്യമാണെന്നും പറഞ്ഞ് കായോസാമ അവിടെ ഞെട്ടി വരച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതേസമയം ക്രില്യനോട് വെച്ചിട്ട് അതിശയം തോന്നുന്നുണ്ടല്ലേ, ആ എനർജി അറ്റാക്ക് കൊണ്ട് ഞാനും അതിശയപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഞാനത് കൊണ്ടപ്പോൾ തന്നെ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്, പക്ഷെ ഇപ്പോഴും എനിക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല, എന്റെ കുറെ ആരോഗ്യം ചോർന്നു പോയിട്ടുണ്ട്, എങ്കിലും ശേഷിക്കുന്ന ഈ ആരോഗ്യം തന്നെ എനിക്ക് ധാരാളമാണ്, നിന്നെയൊക്കെ കൊന്നു തള്ളാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പാഞ്ഞു വന്ന് ക്രില്യനെ ഒറ്റ അടി കൊടുത്ത് നിരത്തേക്ക് പതിപ്പിക്കുകയും നിന്നോടൊക്കെയുള്ള എന്റെ ദേഷ്യം തീരുന്നില്ല, ആദ്യം നിന്നെയൊക്കെ കൊന്നതിന് ശേഷം എന്റെ എനർജി മുഴുവൻ സംഭരിച്ച് ഞാൻ തിരികെ ഇവിടെ വന്ന് ഈ പ്ലാനറ്റിലെ മുഴുവൻ ജീവികളെയും കൊന്ന് ഈ പ്ലാനറ്റോടെ നശിപ്പിച്ചില്ലാതെയാക്കുമെന്ന് പറഞ്ഞ് വെജിറ്റ അട്ടഹസിക്കുകയും ചെയ്യും. എന്നിട്ട് ഗോകുവിന്റെ അടുത്ത് കിടക്കുന്ന ഗുഹാനും നേരെ വെജിറ്റ നടന്നു ചെല്ലുക, ഞാൻ ഇത്രയും നേരം എന്റെ ചെറിയൊരു പവർ വെച്ച് മാത്രമാണ് നിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ നീ ആ മാരക അറ്റാക്ക് എനിക്ക് നേരെ അയച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നു തള്ളാൻ പോവുകയാണെന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ വെജിറ്റ ഗുഹാനെ നേരെ നടന്നു വരിക, അതുകൊണ്ട് ഗോകു വിഷമിക്കുകയും ചെയ്യും. പെട്ടെന്ന് വെജിറ്റ വളരെ മാരകമായ ഒരു എനർജി എക്സ്പ്ലോഷൻ അറ്റാക്ക് ഉപയോഗിക്കുകയും അവിടെ കിടന്നിരുന്ന ഗോകുവും ഗുഹാനും ക്രില്യനും വേറെ ദിശയിലേക്ക് തെറിച്ചു പോവുകയും അവിടെ ഉണ്ടായിരുന്ന മലകളും മണ്ണും കല്ലും എല്ലാം തന്നെ പൊടിഞ്ഞില്ലാതാവുകയും ചെയ്യുന്നു. അതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയി വെജിറ്റ എന്നിടത്ത് വളരെ വലിയൊരു ഗർത്തം തന്നെ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ചുറ്റും നോക്കുന്ന വെജിറ്റ ജീവനറ്റ് പോകാറായി കിടക്കുന്ന ഗോകുവിനെയും കുറച്ച് അപ്പുറത്തേക്ക് കിടക്കുന്ന ക്രില്യനെയും ചെറിയ അനക്കത്തോടെ കിടക്കുന്ന ഗുഹാനെയും കാണുകയും ഇവന്മാർ ഇനിയും ചത്തില്ല, ഇനി എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമെന്ന് ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് വെജിറ്റ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് പറക്കുകയും ഗുഹാൻ കിടക്കുന്നതിന് മുന്നിലേക്ക് ചെന്ന് ഇറങ്ങുകയും ഗുഹാനെ കൊല്ലാൻ വേണ്ടി തയ്യാറാകുമ്പോഴേക്കും പക്ഷേ പെട്ടെന്ന് ഗുഹാനെ നോക്കുന്ന വെജിറ്റ ഭയന്ന് വിറയ്ക്കുകയും ഗുഹാന് പിന്നെ ഒരു വാല് മുളച്ചു വന്നതെന്ന് മനസ്സിലാക്കുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദുഃഖം വരികയും ചെയ്യുന്നു. ഇവൻ എങ്ങനെയാണ് പിന്നെയും പെട്ടെന്ന് വാല് മുളച്ചതെന്ന് ചോദിച്ച് വെജിറ്റ അലറുകയും അത് കേൾക്കുന്ന ക്രില്യൻ ഇവന് പിന്നെയും വാല് മുളച്ചോ, ശരിയാണല്ലോ, ഗോകുവിനും കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നെന്നും പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വെജിറ്റ വളരെ ദേഷ്യത്തോടെ ഗുഹാന്റെ വാലി പിടിച്ച് വലിച്ച് ഗുഹാന്റെ വാല് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഇവനും എന്നെ പോലെ ഈ ചന്ദ്രന്റെ പ്രകാശത്തിൽ രാക്ഷസക്കുരങ്ങനെ മാറിയ ഇവനെ എനിക്ക് തോപ്പിക്കുവാനേ സാധിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ വളരെയേറെ ദേഷ്യത്തോടെ അവന്റെ വാലി പിടിച്ച് വലിച്ച് പറിച്ചെടുക്കാനും ശ്രമിക്കുകയും ഒരു എനർജി അറ്റാക്ക് അടിച്ച് അവന്റെ വാല് മുഴുവനും വേരോടെ പറിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വെജിറ്റയുടെ കണ്ണിൽ കൂടെ ഒരു തീ പാളുകയും മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന സാമുറായി യാജിറോബി അവന്റെ മൂർച്ചേറിയ വാളുകൾ ഉപയോഗിച്ച് വെജിറ്റയുടെ ദേഹത്ത് ആഞ്ഞൊരു വെട്ടുകയും അതിന്റെ വേദന നുണഞ്ഞ് ഗുഹാന്റെ വാലിൽ നിന്നും കൈയെടുത്ത് വെജിറ്റ അടിച്ചു പതറി നിലത്തേക്ക് വീഴുകയും കുറച്ചപ്പുറം മാറി വീഴുന്ന സാമുറായി ചാടി എഴുന്നേൽക്കുകയും ഞാനിത് ചെയ്തു, ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ചാടുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന യാജിറോബിയുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് പെട്ടെന്ന് വെജിറ്റ ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ഈ വൃത്തികെട്ട കീട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ തീർത്തേക്കെന്ന് പറഞ്ഞു വെജിറ്റ അവന്റെ നേർക്ക് നടന്നു വരുമ്പോഴത്തേനും യാജിറോബി അവന്റെ വാളെടുത്തുകൊണ്ട് ചെന്നഞ്ചറ പറ വെജിറ്റനെ വെട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയും ഒരു വെട്ടുപോലും കൊള്ളാതെ വെജിറ്റ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ യാജിറോബിക്ക് വളരെയധികം പേടി വരികയും ഞാൻ വെറുതെ ഒരു തമാശ കാണിക്കാൻ നോക്കിയതാണ്, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയതൊന്നും അല്ല എന്നും പറഞ്ഞ് യാജിറോബി തടി ഉരാൻ നോക്കുകയും ഞാൻ നിന്നെ പോലെയുള്ള വീരന്മാരെ അംഗീകരിക്കുന്ന ആളാണ്, നിന്നെ പോലെ ഒരു വീരനെ എനിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് യാജിറോബി വെജിറ്റനെ സോപ്പിടാൻ നോക്കുന്നുണ്ടെങ്കിലും വളരെ ദേഷ്യം പറഞ്ഞ് വെജിറ്റ യാജിറോയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുകയും 5-6 കാരണം പറഞ്ഞ് യാജിറോബി തെറിച്ചിട്ട് ദൂരേക്ക് പോകുന്നുണ്ടെങ്കിലും വെജിറ്റ ഉള്ള ആരോഗ്യം മുഴുവൻ സംഭരിച്ചുകൊണ്ട് അവിടേക്ക് പുറന്നു വരികയും ആഞ്ഞൊരടി കൊടുക്കുകയും യാജിറോബി ഒരു മലയും പൊളിച്ച് അപ്പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുന്ന ക്രില്യൻ യാജിറോബി എന്ന് ഉറക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് സ്വരമൊന്നും വരാതിരിക്കും. വെജിറ്റയെ പകച്ച ഒരുത്തനും വെജിറ്റയുടെ അകത്ത് പോറൽ വീണ ഒരുത്തനും വെറുതെ കൈകൊണ്ട് പോവില്ല എന്നും പറഞ്ഞ് വെജിറ്റ വളരെയേറെ ദേഷ്യത്തോടെ വീണ്ടും ഗുഹാന്റെ അടുത്തേക്ക് നടക്കാൻ നോക്കുമ്പോഴേക്കും അനക്കമില്ലാതെ കിടക്കുന്ന ഗോകു വീണ്ടും ടെലിപ്പതി ഉപയോഗിച്ചുകൊണ്ട് ഗുഹനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും അച്ഛന്റെ സ്വരമാണല്ലോ കേൾക്കുന്നത് എന്നും പറഞ്ഞ് ഗുഹാൻ വയ്യാതെ അത് ശ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഗുഹാൻ തലയും മറിഞ്ഞ് താഴേക്ക്
താഴേക്ക് വീഴുകയും ഇനി രക്ഷപ്പെടാൻ വേറെ ഒരു നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കുന്ന ഗോക്കു ഗുഹാനോട് ആ പ്രകാശത്തിലേക്ക് നോക്കാൻ പറയുകയും ഗുഹാൻ ആ പ്രകാശത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഡൗട്ട് അടിക്കുന്ന വെജിറ്റ ഞാൻ ഇതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗുഹാന്റെ അടുത്തേക്ക് ഓടി വന്ന് ഗുഹാനെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെജിറ്റ ഉണ്ടാക്കിയ പ്രകാശത്തിലേക്ക് നോക്കുന്ന ഗുഹാന്റെ കണ്ണിലേക്ക് ഒരു മിന്നൽ പതിക്കുകയും ഞാൻ ഇതിനെ അനുവദിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ അവിടേക്ക് ഓടി വന്ന് ഗുഹാനെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും പ്രകാശത്തിലേക്ക് നോക്കിയ ഗുഹാൻ വളരെ രാക്ഷസ കുരങ്ങനെ പരിണമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വളരെ ദേഷ്യം വരുന്ന വെജിറ്റ പെട്ടെന്ന് ഗുഹാനെ ഇടിച്ചിടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ ഗുഹാൻ വലുതായിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് അനങ്ങാൻ വയ്യാതെ കിടന്നിരുന്ന ഗോക്കു ഗുഹാൻ ഇനി നിനക്കുള്ളിലാണെല്ലാം, നീയാണ് വിധി തീരുമാനിക്കാൻ പോകുന്നതെന്ന് പറയുകയും ഗുഹാൻ വാനര രൂപത്തിലേക്ക് മാറി ഇനി അവന് കൺട്രോളൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാവർക്കും ആപത്താണെന്ന് പറഞ്ഞ് ക്രില്ലിൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ തന്നെ കിടക്കുകയും ചെയ്യും. പെട്ടെന്ന് ഗുഹാൻ വളരെ വലുപ്പത്തിലേക്ക് മാറുകയും വളരെ വലിയൊരു കുരങ്ങനായി തന്നെ മാറുകയും ചെയ്യും. പെട്ടെന്ന് വെജിറ്റ അവന്റെ മണ്ടത്തരം മനസ്സിലാക്കുകയും ഞാൻ ഇവനെ ഇടിക്കുകയല്ല അവന്റെ വാല് മുറിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഗുഹാന്റെ വാലെടുത്ത് പൊക്കി അത് മുറിക്കാൻ ശ്രമിക്കുകയും എന്നാൽ വെജിറ്റ വാല് വലിച്ചു പറിക്കാൻ നോക്കുമ്പോഴേക്കും ഗുഹാൻ വളരെയധികം വേദന എടുക്കുകയും വളരെ വലിയ രാക്ഷസനായി മാറിയ ഗുഹാൻ ചാടി എഴുന്നേൽക്കുക ഒരു കൈകൊണ്ട് വെജിറ്റനെ അടിച്ചു ദൂരേക്ക് പറപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചുകുട്ടിയായിരുന്ന ഗുഹാൻ രാക്ഷസ വാനരനായി മാറിയതിനാൽ തന്നെ യാതൊരുവിധ കൺട്രോളുകളും ഇല്ലാതെ അവിടെയുള്ള സുഹൃത്തുക്കളെയും വില്ലന്മാരെയും ഒന്നും പരിഗണിക്കാതെ കയ്യിലും കണ്ണിലും കാണുന്ന എല്ലാത്തിനും അടിച്ചു തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന മലകളും ആൾക്കാരെ എല്ലാത്തിനും ചവിട്ടിക്കൂട്ടി കൊല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന ക്രില്ലിൻ കുട്ടിക്കാലത്ത് ഗോക്കു വാനര രൂപത്തിലേക്ക് മാറിയിരുന്നപ്പോൾ അവന് യാതൊരുവിധ കൺട്രോളുകളും ഇല്ലായിരുന്നു. അവന്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കൂട്ടുകാരോ എനിമികളോ ഒന്നും നോക്കാതെ അവൻ എല്ലാവരെയും തന്നെ കൊന്നുകൂട്ടിയിരുന്നു. അതേപോലെ തന്നെയായിരിക്കുമോ ഗുഹാൻ, അതോ ഗുഹാന് വെജിറ്റയെ പോലെ കൺട്രോൾ കിട്ടുമോ എന്ന് ചോദിച്ച് ക്രില്ലിൻ പതറിയടിച്ച് നിൽക്കുകയും ചെയ്യും. ഗുഹാന്റെ യാതൊരുവിധ കൺട്രോളും ഇല്ലാതെയുള്ള പ്രവർത്തനം കാണുന്ന ക്രില്ലിൻ ഇവനും ഗോകുവിനെ പോലെ തന്നെയാണ്, യാതൊരു കൺട്രോളും ഇല്ല, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മരണം ഉറപ്പായി, ഭൂമിയുടെ തന്നെ നാശമാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഉറക്കെ അലറുകയും ചെയ്യും. ഗുഹാൻ അടിച്ചു പൊളിക്കുന്ന മലയുടെയും കല്ലിന്റെയും ഒക്കെ കഷ്ണം അവിടെ കിടക്കുന്ന ഗോകുവിന്റെയും ക്രില്ലിന്റെയും യാജിറോബിയുടെയും വെജിറ്റയുടെയും എല്ലാവരും ദേഹത്തേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രില്ലിൻ കടന്നിരുന്ന ദിശയിലേക്ക് വളരെ വലിയൊരു കല്ലും തോക്കി രാക്ഷസ കുരങ്ങനെ മാറിയ ഗുഹാൻ ക്രില്ലിനെ കൊല്ലുന്നതിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഗോകുവിനെ ഗുഹാൻ ഗുഹാൻ എന്ന് വിളിക്കുകയും സയാനെയാണ് കൊല്ലേണ്ടത്, നമ്മളാരും നിന്റെ ശത്രുക്കളല്ല എന്ന് പറയുകയും ചെയ്യും. പെട്ടെന്ന് അല്പം ബോധം വീണ്ടെടുക്കുന്ന ഗുഹാൻ സയാനെ നോക്കുകയും വെജിറ്റനെ കാണുകയും വെജിറ്റയെ കൊല്ലാൻ വേണ്ടി അവന്റെ നേർക്ക് പോവുകയും ചെയ്യും. അത് കാണുന്ന ക്രില്ലിൻ അവന്റെ മനസ്സിനുള്ളിൽ ഇപ്പോഴും ആ ഗുഹാൻ തന്നെയാണ്, അവന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യും. ഗോക്കു ഗുഹാനെ കൺട്രോൾ ചെയ്ത് കാണുന്ന വെജിറ്റയ്ക്ക് തനിക്ക് ആപത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാകുകയും ഓടി രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്യുമ്പോഴത്തേനും ഗുഹാൻ വളരെ വലിയ കല്ലെടുത്ത് വെജിറ്റയുടെ തലയിലേക്ക് തന്നെ അടിക്കുകയും വെജിറ്റ നിലം പറ്റി നിലത്ത് വീഴുകയും ചെയ്യുന്നു. ഓടുന്ന വെജിറ്റയുടെ പിറകെ പോകുന്ന രാക്ഷസകുരങ്ങനായ ഗുഹാൻ അവിടെ കാണുന്ന മലകളെല്ലാം വെജിറ്റ കാണിച്ചിരുന്ന പോലെ ചവിട്ടി കൂട്ടുകയും വെജിറ്റനെ മാരകമായി പരിക്കുകൾ ഏൽപ്പിച്ചുകൊണ്ട് ദൂരോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ ആഘാതത്തിൽ ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വെജിറ്റ ഞാനുണ്ടാക്കിയ ചന്ദ്രൻ ഇനി 1 മണിക്കൂറോടെ ജ്വലിക്കുന്നതാണ്, അതിനുള്ളിൽ എനിക്ക് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ യാതൊരു വഴിയില്ല, ഇവന്റെ വാല് മുറിക്കുക എന്നൊരു ഒറ്റ വഴി എന്റെ മുന്നിലുള്ളൂ എന്നും പറഞ്ഞ് ആലോചിക്കുകയും കരങ്ങളെ കൂട്ടി ഇടിച്ചുകൊണ്ട് വെജിറ്റനെ കൊല്ലാൻ നോക്കുന്ന കുരങ്ങന്റെ കയ്യിലേക്ക് വെജിറ്റ ചാടിക്കയറുകയും അവന്റെ തലയിലേക്ക് വന്ന് കണ്ണിലേക്ക് ആഞ്ഞു റെഡി അടിക്കുകയും തലയിലൂടെ ഉയർന്ന് പുറകോട്ട് പോയി വാല് മുറിക്കാനുള്ള ഒരു പദ്ധതി വെജിറ്റ ഇടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൈകൊണ്ട് തട്ടി വെജിറ്റനെ ദൂരെ ഒരു മലയിലേക്ക് ഗുഹാൻ തെറിപ്പിക്കുകയും വീണ്ടും പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് ഗുഹാന്റെ വാല് മുറിക്കാൻ വേണ്ടി വെജിറ്റ അടിച്ച മണി 18 പയറ്റി നോക്കുകയും പെട്ടെന്ന് വെജിറ്റനെ അടിച്ചു പറത്തിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പറന്നു നിൽക്കുന്ന രാക്ഷസകുരങ്ങിന്റെ പുറകിലോട്ട് വെജിറ്റ വന്ന് നിൽക്കുകയും ഇനി എനിക്ക് വേറൊരു അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റയുടെ മുഴുവൻ എനർജി ആഗിരണം ചെയ്തെടുത്തുകൊണ്ട് ക്രില്ലിൻ ഉണ്ടാക്കിയതുപോലെ ഒരു ഡിസ്ട്രക്ഷൻ ഡിസ്ക് ഉണ്ടാക്കുകയും അത് കൃത്യം ഗുഹാന്റെ വാല് നോക്കി ആഞ്ഞെറിയുകയും കറക്റ്റ് ഗുഹാന്റെ വാല് മുറിച്ചുകൊണ്ട് അത് കടന്നു പോവുകയും ചെയ്യുന്നു. വാല് മുറിഞ്ഞുപോയ ഗുഹാൻ അതിന്റെ ആഘാതത്തിൽ രാക്ഷസ വാനര രൂപത്തിൽ നിന്നും പെട്ടെന്ന് മനുഷ്യരൂപത്തിലേക്ക് തിരികെ മാറാൻ തുടങ്ങുമ്പോഴേക്കും ശക്തിയെല്ലാം നഷ്ടപ്പെട്ട ഗുഹാൻ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങുകയും എന്നാൽ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിശ്ചലനായി അന്തരീക്ഷത്തിൽ സ്റ്റക്കായി പോയ വെജിറ്റയ്ക്ക് പെട്ടെന്ന് അനങ്ങുവാനോ മാറുവാനോ കഴിയാതെ വരികയും രാക്ഷസ വാനരന്റെ രൂപത്തിൽ നിൽക്കുന്ന ഗുഹാൻ അതേപടി വെജിറ്റയുടെ ദേഹത്തേക്ക് വന്ന് വീഴുകയും വെജിറ്റയും ചേർത്ത് നിലത്തേക്ക് ആഞ്ഞു എന്ന് പതിക്കുകയും അതിനുശേഷം ഗുഹാനായ പഴയ മനുഷ്യരൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അനക്കമില്ലാതെ വെജിറ്റയും ഗുഹാനും നിലത്ത് കിടക്കുകയും അത് കാണുന്ന ക്രില്ലിൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വെജിറ്റയുടെ വിരലുകൾ അനങ്ങുകയും അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചെറിയൊരു സ്പേസ് ഷിപ്പിന്റെ താക്കോൽ എടുക്കുകയും അവന്റെ സ്പേസ് ഷിപ്പിനെ ഞെക്കി വിളിക്കുകയും ചെയ്യുന്നു. മുഴുവൻ എനർജി നഷ്ടമായി വെജിറ്റ ചത്തതുപോലെ അവിടെ കിടക്കുകയും അതിന്റെ തൊട്ടടുത്തായി ഗുഹാൻ അനക്കമില്ലാതെ കിടക്കുകയും ചെയ്യും. പെട്ടെന്ന് അവിടേക്ക് സ്പേസ് ഷിപ്പ് പറന്നു വരുന്നതായി കാണിക്കുകയും വെജിറ്റയുടെ അനക്കമെല്ലാം കാണുന്ന ക്രില്ലിൻ ഇവൻ ഇപ്പോഴും ചത്തിട്ടില്ല എന്നും പറഞ്ഞ് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ഗുഹാനും വെജിറ്റയും കിടക്കുന്നതിനടുത്തേക്ക് ആ സ്പേസ് ഷിപ്പ് വന്ന് ഇറങ്ങുകയും സ്പേസ് ഷിപ്പിന്റെ വാതിൽ തുറക്കുകയും അതെല്ലാം കാണുന്ന വെജിറ്റ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പാമ്പഴയുന്ന പോലെ ഇഴഞ്ഞഴിഞ്ഞ് അതിന്റെ പക്കലേക്ക് അനങ്ങി നീങ്ങാൻ ശ്രമിക്കുകയും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ശക്തൻ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തനായി വായിരുന്ന് ഞാൻ അഹങ്കരിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നും വെജിറ്റ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് അരിശപ്പെട്ടുകൊണ്ടും ഇടഞ്ഞുകൊണ്ട് സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് ഇഴഞ്ഞഴിഞ്ഞ് പോവുകയും പെട്ടെന്ന് മലയുടെ ഉയരത്തിൽ നിന്ന് ഉരുണ്ട് പടച്ച് താഴേക്ക് വരുന്ന ക്രില്ലിനെ ഒരു തരത്തിൽ മുട്ടുകുത്തി എഴുന്നേറ്റ് ഇരിക്കുകയും അവൻ ആ സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത്, അവനെ അനുവദിക്കരുതെന്നും പറഞ്ഞ് വളരെ അരിശത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയും ഇതേസമയം കുറച്ചപ്പുറത്തെ ഗോകു അനക്കമൊന്നുമില്ലാതെ കിടക്കുകയും ഗുഹാൻ ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന ക്രില്ലി ഇനി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന യാജിറോബയുടെ വാള് കാണുക അതെടുത്ത് ഉയർത്തിക്കൊണ്ട് വെജിറ്റനെ കൊല്ലാൻ വേണ്ടി തയ്യാറായി ഓടിച്ചെല്ലുകയും ഇതിനടക്കം സ്പേസ് ഷിപ്പിന്റെ തൊട്ടരികിലെത്തിയ വെജിറ്റ സ്പേസ് ഷിപ്പിലേക്ക് കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറിയിരിക്കാൻ ശ്രമിക്കുകയും ഇനി ഞാനാണ് ഈ വിധി നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ യാജിറോബിയുടെ വാളും എടുത്തുകൊണ്ട് ക്രില്ലിൻ വെജിറ്റയുടെ നേർക്ക് ഓടി സ്പേസ് ഷിപ്പിൽ പിടിച്ചുകൊണ്ട് ഇഴഞ്ഞു കയറാൻ നോക്കുന്ന
വെജിറ്റയുടെ അടുത്തേക്ക് വാളും പിടിച്ചുകൊണ്ട് ക്രില്ലും വന്നു. ഇനി നിന്റെ വിധി ഞാനാണ് നടപ്പിലാക്കാൻ പോകുന്നത്. നീ കൊന്നു തള്ളിയ എല്ലാവർക്കും വേണ്ടി നീ ഒരു നിമിഷം പ്രാർത്ഥിച്ചോളൂ എന്നും പറഞ്ഞ് വെജിറ്റയ്ക്ക് നേരെ വാളെടുത്ത് ക്രില്ലിൻ ഓങ്ങും. അതെല്ലാം കാണുന്ന വെജിറ്റ സ്വമേധയെ തെറി പറയുകയും വെജിറ്റ വളരെയധികം പേടിക്കുകയും അവന്റെ ചങ്ക് കടന്ന് ഇടിക്കുകയും അവന്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയുന്നില്ലോ എന്നും പറഞ്ഞ് പരിതപിക്കും. വളരെ ദേഷ്യത്തോടെ പല്ലും കടിച്ചുകൊണ്ട് യാജിറോബിയുടെ വാളും പിടിച്ചുകൊണ്ട് ക്രില്ലും വളരെ ദേഷ്യത്തോടെ വെജിറ്റയെ കൊല്ലുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അടുത്തതായി വരാൻ പോകുന്ന 18ാം എപ്പിസോഡ് കൂടി ഡ്രാഗൺ ബോൾ സി സയാൻ സാഗ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.